അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലഖിനോ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരണാസന്നനായി കിടക്കുന്ന ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരണ വീടുകളിൽ നമ്മൾ പോകുമ്പോൾ കാണാം, നമുക്ക് ബോധം മറയുന്നതിന് മുമ്പാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ടത്. പക്ഷേ മിക്കവരും ആ കിടക്കുന്നവരെക്കാളും അലമുറയിടലും ഒച്ചയും ബഹളവും ഒക്കെ കാരണം ബോധം മറിഞ്ഞ് ഏതാണ്ട് റൂഹ് പകുതിയൊക്കെ പോയതിന് ശേഷമാട്ടോ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതും ഒരു പ്രാവശ്യമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ നിർബന്ധിക്കാൻ പാടില്ല. പറയൂ പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല. പിന്നെ അവർ ഒന്ന് പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഭൗതിക കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ, വെള്ളം ചോദിക്കുകയോ, മരുന്ന് കഴിക്കുകയോ, എന്തെങ്കിലും വസിയത്തുണ്ടെങ്കിൽ ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെല്ലാം നമ്മൾ പറയുന്നതും അവർ ചൊല്ലുന്നതും അവരെ ലാസ്റ്റ് വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ വീണ്ടും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് എന്നോട് പറഞ്ഞായിരുന്നു മയ്യത്ത് സംസ്കരണത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ ഒരു വലിയ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് എല്ലാവർക്കും കേൾക്കാനായിട്ട് സമയമില്ല, താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആരെയും മടുപ്പിക്കാണ്ട് നമുക്ക് കുറച്ച് കുറച്ച് 1 by 1 ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഈ മയ്യത്ത് സംസ്കരണ ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി സഹകരണത്തോടുകൂടി മയ്യത്ത് സംസ്കരണ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.